കുഞ്ഞു കാര്യത്തിൽ. അപ്പം ഓക്കെ, എല്ലാവരും അവരുടെ നോയമ്പ് കാലത്തെ കുറിച്ച് ഷെയർ ചെയ്തു. ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ചാണ്. ഇപ്പം ഓൾറെഡി അത് സ്നേഹം പറഞ്ഞു, സോഷ്യൽ മീഡിയ സംഭവം. ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇപ്പം ഒരുവട്ടം ജോസ് പറഞ്ഞ സംഭവമാണ്. അപ്പം എന്താ പറയാ, പാപ്പം വർദ്ധിച്ചെടുത്ത് അതിലേറെ കൃപ വർദ്ധിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഞാനിപ്പം ഞാൻ യൂട്യൂബ് ഉപയോഗിക്കാതിരുന്ന യൂട്യൂബ് ആപ്പ് തന്നെ ഡിലീറ്റ് ചെയ്ത. നൊയമ്പിന്റെ സമയത്ത് ഞാനത് വീണ്ടും ഇത് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നൊയമ്പിന്റെ കുറെ നൊയമ്പുകാല ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് അച്ഛന്മാര് കുറെ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് ഇപ്പം കുറെ അറിവുകൾ ഇപ്പൊ നമുക്കുണ്ട്. ശരിക്കും സഭയിൽ ഒത്തിരി അച്ഛന്മാർ വന്നിട്ട് ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ധ്യാനങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺവെൻഷനൊക്കെയാണ് അച്ഛന്മാരിങ്ങനെ ഭയങ്കര ടോക്സ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒത്തിരി അവൈലബിൾ ആണ്. ഓരോ അച്ഛന്മാരും നമുക്ക് ഇഷ്ടമുള്ള അച്ഛന്മാരെ ഏതെന്ന് വെച്ചാൽ അവരുടെ നമുക്ക് ഫോളോ ചെയ്യാം. നല്ല തിയോളജി അല്ലെങ്കിൽ നല്ല അടിസ്ഥാനപരമായിട്ടുള്ള ഇതായിട്ട് ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് അത് കൂടുതൽ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതേപോലെ ഭയങ്കര കുറെ ഇൻഫർമേഷൻ ആണ് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഓരോ ദിവസം ഈശ്വരം അടുക്കാനുള്ള ഒരു മീഡിയ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം ഷാരോൺ സിസ്റ്റർ ഇപ്പം ഈ ഒരു ഷാരോൺ സിസ്റ്റർക്ക് എന്താ പറയുക, കുറെ പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു ലൈക് സിസ്റ്റർഹുഡ് ലൈഫാണ്. അപ്പൊ അതില് നിങ്ങൾക്ക് കുറെ പഠിക്കാനുണ്ട്, തിയോളജി അത് എന്നുള്ളത്. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് ഇത്രയൊന്നും അവൈലബിലിറ്റി ഇല്ല, ബുക്സോ അല്ലെങ്കിൽ റെഫറൻസ് ചെയ്യുമ്പോൾ ആവശ്യമില്ല, നമുക്കത് ആവശ്യം തോന്നാറുമില്ല. പക്ഷെ സിസ്റ്റർക്ക് എങ്ങനെ തോന്നുന്നത്? ഇപ്പം ഓരോ ഇങ്ങനത്തെ ഇത് ശരിക്കും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? അത് കൂടുതലാണോ? അത് ആൾക്കാർ അതിന്റെ രീതിയിൽ ഉപയോഗിക്കുന്നില്ലേ? എന്തുവാ സിസ്റ്റർക്ക് തോന്നുന്നത്? നല്ലതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവചനത്തെ കുറിച്ചാണെങ്കിലും അങ്ങനെ ഒരു എവിടുന്നാണെങ്കിലും നമുക്കൊരു എക്സ്പ്ലനേഷൻ കിട്ടുക, അങ്ങനെ ഒരു രീതി ഇല്ലായിരുന്നു. പറഞ്ഞ പോലെ നമ്മളൊരു ധ്യാനത്തിന് പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ യൂട്യൂബ് നമുക്ക് കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള അച്ഛന്മാരുടെ ടോക്ക് കിട്ടും, അല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്ന ചിന്തകൾ കിട്ടും. അതൊക്കെ നല്ലതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മുടേതായ ഒരു ഇത് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതിന്റെ പിന്നെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ശരിയല്ലേ? ചിലരിങ്ങനെ ഞാൻ പറയാവേ, ഒരു ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പൊ പട്ടാടത്ത് ഒരു ധ്യാനം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒരു അടുത്ത ആഴ്ച തന്നെ കോട്ടയിലേക്ക് അടുത്ത ധ്യാനത്തിന് പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അടുത്തേക്ക്. അപ്പൊ ഇങ്ങനെ നമ്മൾ എത്ര എണ്ണം കൂടുന്നു എന്നനുസരിച്ചുള്ളതല്ല, നമ്മൾ എന്തോരം അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് കാര്യം വരിക. നമ്മൾ എത്ര ടോക്ക് ഇപ്പൊ യൂട്യൂബിൽ എന്തോരം ടോക്ക് കേട്ടാലും അതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറാതെ ചുമ്മാ പോവുകയാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് എന്താണെങ്കിലും കുറെ കൂടുതലായിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. കുറെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുകയെ. അതില് ഇങ്ങനെ നമ്മളിപ്പോ പറയും എന്താ തെറ്റായ പ്രചോദനങ്ങൾ മാത്രം തരുന്നതാണ്, എന്താ തെറ്റായ പ്രചോദനങ്ങൾ മാത്രം തരുമ്പോൾ മാത്രമേ പിശാച് പിതാവൂ അങ്ങനെ നമ്മളിങ്ങനെ ഓർക്കുകയും. പക്ഷെ ഞങ്ങളോട് ഒരു പ്രാവശ്യം എന്റെ ഒരു ചേട്ടായി ഒരു അച്ഛനുണ്ട്. അപ്പൊ ചേട്ടായി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ മാത്രമല്ലടി, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ ചിലപ്പോ നല്ല പ്രചോദനമാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ നമുക്ക് വഴിപ്പിക്കും. കുറെ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കേട്ടോ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഈ അച്ഛന്റെ ടോക്ക് ഉണ്ടല്ലോ, ആ അച്ഛന്റെ ടോക്ക് ഉണ്ടല്ലോ എന്നുണ്ടല്ലോ. അതിനേക്കാളൊക്കെ നന്നായിട്ട് നോമ്പ് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, സോഷ്യൽ മീഡിയയിലേക്ക് ഉപയോഗം കുറയ്ക്കുകയാണെന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ടോക്ക് കേൾക്കുന്നത് അത് ചെറിയൊരു അതിന്റെ ഇടയ്ക്കൂടെ ചരട് വലിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതിലും വരെ നമ്മൾ ആ കേൾക്കുന്നത്, ഇപ്പൊ ഒരാള് ഒരു ദിവസം 1-2 വീഡിയോ ഒക്കെ ആ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡാനിയൽ അച്ഛന്റെ ഒക്കെ ഒരു ടോക്ക് കേട്ടിട്ടുണ്ട്, ഒരു വർഷം മുഴുവൻ ധ്യാനിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരു ടോക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മള് അത്രയും ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും കേട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആ കേട്ട കാര്യങ്ങള് ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കുക, അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ നമുക്ക് ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാൻ. പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഏതെങ്കിലും അച്ഛനിങ്ങനെ ഏതെങ്കിലും ഒരു വചനത്തെ കുറിച്ച് പറയുന്ന എക്സ്പ്ലനേഷൻ ആയിരിക്കും, പക്ഷെ അത് നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കാൻ ചിന്തിക്കണം. എനിക്ക് അച്ഛന്റെ കുർബാനയെ കുറിച്ചുള്ള ടോക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഡാനിയൽ അച്ഛന്റെ. ഞാനത് കേട്ടിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ പിന്നീട് ഓരോ വിശുദ്ധ കുർബാനയും നമ്മൾ അർപ്പിക്കുമ്പോൾ ഈ ടോക്ക് നമ്മൾ എന്ത് മാറ്റം ഉണ്ടാക്കി എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ഒരു ചിന്തിക്കാൻ കഴിയണം. ഇപ്പൊ ഞാൻ എന്നാ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഞാൻ അച്ഛന്റെ ടോക്ക് കേട്ടു, പിന്നീട് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ ടോക്ക് എന്തോരം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞ് ആ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞ് എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാം കുറച്ചുകൂടി ഒരു എന്താ പറയാ
കുറച്ചുകൂടി ഒരു ഭക്തിയോടുകൂടി ഇങ്ങനെ സ്നേഹത്തോടുകൂടെ അർപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അങ്ങനെ ഒരു തിരിച്ചറിവ് വേണം നമുക്ക്. അപ്പൊ ഇങ്ങനെ കുറേ കേട്ടിട്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല. അതും ഇങ്ങനെ നമുക്കിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യം കൂടുതൽ ഉപയോഗിക്കുന്ന പോലെ ആയിപ്പോകും ചില സമയത്ത്. നന്മയാണെങ്കിലും അങ്ങനെ ഒരു ഇതിലേക്ക് വഴിതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. എന്തേലും കേൾക്കുക, അതിനനുസരിച്ച് നമുക്കിങ്ങനെ ആശിഷേട്ടായി ഒരിക്കലും ഞങ്ങളുടെ ഒരു പ്രയർ മീറ്റിങ്ങിന് ആശിഷേട്ടാനെ വിളിച്ചപ്പം ആശിഷേട്ടെ പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ചേട്ടയ്ക്ക് വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വചനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കുറെ. ഒന്നും ചിന്തിക്കില്ല വചനത്തെ കുറിച്ച് ഇങ്ങനെ. വചനം അതെന്നാ പറയുന്നതെന്ന് ചിന്തിക്കില്ല. വചനവും കൊട്ടേഷനും പിന്നെ കുറേ പഠിച്ചു. ഒരു 1000 വചനത്തോളം എന്നാണ് പഠിച്ചു തോന്നുന്നു കൊട്ടേഷൻ അടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അച്ഛന്റെ അടുത്ത് ഇവരേത് അച്ഛനെ കാണാൻ പോയത് അങ്ങനെ എന്റെ സ്വന്തം. അപ്പൊ അച്ഛന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോ ആശിഷേട്ടെ ചോദിച്ചത് അച്ഛൻ എത്ര വചനം അറിയാന്ന്. അച്ഛൻ എത്ര വചനം അറിയാന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞത് എന്നാണ് നീ അങ്ങനെ ചോദിച്ചത്, എനിക്ക് 1000 വചനം അറിയാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞത് അത്രയും വചനം അറിഞ്ഞിട്ട് എന്തിനാ, എനിക്ക് അറിയാവുന്ന 2 വചനം തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ ഞാൻ എപ്പോഴും അത് ഓർക്കും. ആശിഷേട്ട അന്ന് പറഞ്ഞ ചേട്ടാ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല, ഞാനത് ഓർക്കും ഒരു പ്രയർ മീറ്റിംഗിന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നമുക്കിങ്ങനെ കുറെ വചനം പഠിക്കണം ഇതാക്കണം, പക്ഷെ ആ വചനം ജീവിക്കാൻ വേണ്ടിയിട്ടാ കർത്താവ് പറഞ്ഞു. വചനം ജീവിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ അത് എന്തായാലും പ്രാവർത്തികമാക്കുന്നുണ്ട്. സിസ്റ്റർ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറ്റബോധം തരുന്നത് പരിശുദ്ധാത്മ നമുക്ക് ഒരിക്കലും കുറ്റബോധം തരത്തില്ല. ആ ഒരു കാര്യം ഇച്ചിരി ഇങ്ങനെ മനസ്സിലാക്കി തരാം. ലൈക്ക് കാരണം നമ്മളിങ്ങനെ കുറെ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ വചനം പഠിക്കാനാണെങ്കിലും പക്ഷെ ഇങ്ങനെ ഫ്ലോപ്പ് ആയി പോവല്ലോ. അപ്പൊ അത് ആ ഒരു കാര്യം ഇങ്ങനെ കുറച്ചും കൂടെ മനസ്സിലാക്കി തരാമോ? അത് പറഞ്ഞ കുറ്റബോധം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം, നമ്മളിങ്ങനെ ഒരു ചൊല്ലുണ്ടേ, വീഴുക എന്ന് പറയുന്നത് പാപമല്ല, വീണടത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ശരിക്കും പാപം എന്ന് പറയുന്നത്. വീഴുക എന്ന് പറയുന്നത് അല്ല തെറ്റ്, അത് വീണടത്ത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കിടക്കുന്നതാണ് തെറ്റെന്ന്. ഈ കുറ്റബോധം എന്ന് പറയുന്ന സാധനം ശരിക്കും കുറെ പഠിച്ചിട്ടൊക്കെ പറയേണ്ട കാര്യം എനിക്ക് അറിയാവുന്നത് പോലെ പറഞ്ഞുതരാം. കുറ്റബോധം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അത് നമുക്ക് എന്താ പറയാ, നമുക്കൊരു മാനസാന്തരം ഒരു പശ്ചാത്താപം ഒന്നും അല്ല തരുന്നത്. നമ്മളുടെ വ്യക്തിത്വത്തെ കുറച്ചുകൂടെ ഡൗൺ ആക്കുക ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇന്ന് തൊട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയില്ല തീരുമാനം എടുക്കുന്നു. പക്ഷെ എനിക്ക് ആദ്യത്തെ ആ ഒരു ദിവസം തന്നെ, പിറ്റേ ദിവസം തന്നെ ആദ്യത്തെ ഇതില് ഞാൻ അത് വിജയിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞ സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കര ഇതായി. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് ഭയങ്കര നെഗറ്റീവായിട്ട് പറഞ്ഞു. പിന്നെ നമ്മളുണ്ടല്ലോ, കുറ്റബോധം എന്ന് പറഞ്ഞ സാധനം എന്താന്ന് വെച്ചാൽ, അയ്യോ ഞാനങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ. പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ പിന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്, അയ്യോ ഞാനങ്ങനെ പറഞ്ഞല്ലോ, ഞാനങ്ങനെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ തീരുമാനം എടുത്തിട്ട് പിന്നെ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിന്റെ ബാക്കി കാര്യങ്ങളുണ്ടല്ലോ അത് മുഴുവൻ ഫ്ലോപ്പ് ആവും. ചിന്തിച്ച് നോക്കിക്കോ കേട്ടോ, എനിക്കത് അനുഭവം ഉണ്ട്. അത് ഫുള്ള് ഫ്ലോപ്പ് ആവും. നമുക്ക് പിന്നെ ഇത് നമ്മള് ആ പറഞ്ഞതിന്റെ അത് മാത്രമല്ലാതെ വേറൊരു സ്ഥലത്ത് ചെന്നിട്ടുണ്ട് അതിൽ കൂടുതൽ കുറ്റം കൂടെ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞല്ലോ എന്നുള്ള കുറ്റബോധമുണ്ട്. അതാണ് കുറ്റബോധം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പിന്നീട് ഈ ഭാവത്തിലേക്ക് വരും. പക്ഷെ പശ്ചാത്താപം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈശോ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ ഈശോയെ, സോറി ഈശോയെ, എന്നെ സഹായിക്കണേ, എനിക്കൊരു കൃപ തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ പശ്ചാത്താപം വന്നു കഴിയുമ്പോൾ എന്താ, ഇനി ആ സാഹചര്യത്തിൽ തന്നെ നമ്മൾ കിടക്കുമല്ലോ, വീണ്ടും അതുപോലെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിവൈൻഡ് ചെയ്യും, ഇതുപോലെ ആയിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പൊ ഈശോയെ കൃപ തരണം. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കും. ആ ഒരു ഈരടി ഉണ്ടല്ലോ, കൃപ അങ്ങേ കൃപ അത് മാത്രം മതി തമ്പുരാനെ. ഞാൻ ഇങ്ങനെ മനസ്സിലായി അങ്ങനെ സാഹചര്യം വരുമ്പോൾ ഞാനത് പെട്ടെന്ന് അത് പാടും. അത് ആ കൃപയുണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരം നമുക്ക് സംഭവിക്കും. മാനസാന്തരം നമുക്കൊരു പശ്ചാത്താപത്തിലേക്ക് നയിക്കും. അപ്പൊ നമ്മൾ പിന്നെ ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരമാവധി അതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. പിന്നെ ഒരു ഇത് വന്നു കഴിയുമ്പോൾ. പക്ഷെ കുറ്റബോധം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെയും എന്താണേലും ഞാൻ ചെയ്തു പോയല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായി പോവേ. അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം മറന്നു പോകും. അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനാണ് എല്ലാം ചെയ്യുന്നത്, നമ്മളാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയാവും. പക്ഷെ കർത്താവിന്റെ കൃപ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് നമ്മൾ മറന്നുപോകും. അവിടെ കുറ്റബോധത്തിന് അതാ പ്രശ്നം. ദൈവത്തിന്റെ കരുണയുണ്ട് എന്നുള്ള ആ ഒരു കാര്യം മറന്നു പോയിട്ടാണ് കുറ്റബോധത്തിലേക്ക് പോകുന്നത്. പശ്ചാത്താപം എന്ന് പറയുന്നത് നമ്മൾ ആശ്രയിക്കുക കർത്താവിനെ. ഈശോയുടെ കരുണയിലേക്ക് നമ്മളിങ്ങ് കൊടുത്തേക്കുക. ഈശോ എനിക്ക് തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് ഇതൊന്ന് മാറ്റി തരാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈശോയുടെ കരുണയിലേക്ക് ആശ്രയിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു
ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ബോധേഡ് ആവും, ഇങ്ങനെയല്ലാതാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു ഇതാവും, നമ്മളിങ്ങനെ അതിൽ തന്നെ തൂങ്ങി കിടക്കില്ല, കുറച്ചുകൂടെ ഒരു ഹാപ്പി സെൻസിൽ ഇരിക്കാനൊക്കെ നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? സിസ്റ്ററെ ചോദിച്ചോ. സിസ്റ്ററെ, നമുക്കുണ്ടല്ലോ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഒരു ബലഹീനതകൾ കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒത്തിരി സംസാരിക്കണമെന്നും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പൊ സിസ്റ്റർക്ക് അങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഒരു ഇത് കാരണം ഞാനുണ്ടല്ലോ നമുക്ക് അവസരമുണ്ട്, ഒത്തിരി അവസരമുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് കാരണം നമ്മുടെ ഒരു കുറവ് കാരണം ആഗ്രഹം കൊണ്ട് നടക്കുന്നില്ല. സിസ്റ്റർ, അപ്പൊ അങ്ങനെയൊക്കെ സിസ്റ്റർക്ക് തോന്നിയിട്ടുണ്ടോ? അതിനെയൊക്കെ സിസ്റ്റർ ഒന്ന് അതിജീവിക്കുന്നത് എങ്ങനെയാ? ഞാനേ മടത്തി വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ മല മറിക്ക് നിർത്താനേ മടത്തി വന്നതേ എനിക്ക് അത് ചെയ്യണം, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, ഭയങ്കര സ്പിരിറ്റാ വന്നു കഴിഞ്ഞ് കഴിയുമ്പോ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മളിങ്ങനെ ഇപ്പൊ കുറേ പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചായിരിക്കും ചാപ്പലിലേക്ക് ചെല്ലുന്നതേ. അപ്പൊ ഇച്ചിരി നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഒന്നെങ്കിൽ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും, ചില സമയത്ത് ഉറക്കം വരും നമുക്ക്. അപ്പൊ നമുക്കിങ്ങനെ വിഷമം, ഓ ഇത്രയും നേരം പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ലല്ലോ. അല്ലെങ്കിൽ ചാപ്പലിൽ നിന്ന് നല്ല ഗ്രേസ് ആയിട്ട് പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴായിരിക്കും പുറത്തിറങ്ങി വരുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം സംഭവിക്കുക. അപ്പൊ പിന്നെ തീർന്നു. നമ്മളിങ്ങനെ ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിറങ്ങി വന്നിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചിട്ട് നോക്കിയിട്ട് ഞാനിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ പ്രാർത്ഥിച്ച് എനിക്കിങ്ങനെ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി കുറെ ചെയ്യണം, അങ്ങനെ തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി കുറെ ചെയ്യണം, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി കുറെ ഓടണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു തോന്നൽ വന്നേ, അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി ഇത് ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അതല്ല ശരിക്കും ഉള്ളത്. ഈശോ എന്നാ പറയുന്നു അത് ചെയ്യുന്നതിലാണ് വലിയ കാര്യം. ഈശോ എന്താണ് പറയുന്നത് അത് ചെയ്യുന്നതാണ് വലിയ കാര്യം. അതായത് ഞാനിങ്ങനെ ഈശോയ്ക്ക് വേണ്ടി എനിക്ക് അത് ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്കറിയില്ലല്ലോ. ഈശോ എന്താണോ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത കിട്ടി എനിക്ക്. അപ്പൊ പിന്നെ ഞാനങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പിന്നെ കുമ്പസാരത്തിന് ഒരു പ്രാവശ്യം നോക്കിയിട്ട് തന്നെയാണ് അച്ഛൻ ഇങ്ങനെ വിഷമാണ്, ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടാനുള്ള കുഞ്ഞാ അങ്ങനെ പറഞ്ഞേ. ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടാനുള്ള കുഞ്ഞാട്ടോ, അപ്പം കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ എനിക്കത് ഭയങ്കര ഇതായിരുന്നു. ഞാനിങ്ങനെ ഓർക്കും, ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടാനുള്ള കുഞ്ഞാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തില് 3-18 തോന്നുന്നു, അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് തലമാന്റെ പാദങ്ങളെ പോലെ വേഗത നൽകിയെന്ന് പറഞ്ഞിട്ടേ, ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടാനുള്ളതാണ്, ഈശോ തന്നെ വേഗത തരും. ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഓടാനുള്ളതാണെങ്കിൽ എതിലെയൊക്കെ ഓടണം എന്നുള്ളത് ഈശോ തന്നെ വേഗത തരും. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ഭയങ്കര സങ്കടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ ചെയ്ത പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അലസത വരാൻ പാടില്ല. ഇപ്പൊ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പറയും, നമ്മളിപ്പോ ഒരു കൊന്തയല്ലാൻ കൂടി വന്ന ഒരു 20 മിനിറ്റ് അല്ലേ ആവുള്ളൂ, 20 മിനിറ്റ് 25 മിനിറ്റ് തന്നെ ചെല്ലുമ്പോൾ അത്രയൊക്കെ അല്ലേ ആവുള്ളൂ. ഇംഗ്ലീഷ് കൊന്തയാണെങ്കിൽ 10-15 മിനിറ്റ് അത്രയല്ലേ വരുള്ളൂ. അപ്പൊ ഒരു കൊന്തയല്ല നമുക്ക് ഒരു സാഹചര്യം പറയും, ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ശരിക്കും നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആഗ്രഹമുള്ള ഒരു കൊന്തയല്ല നമ്മൾ മനസ്സിലാക്കി. ശരിക്കും സാഹചര്യമുണ്ട്, നമുക്ക് ആരോടും മുൻപിലില്ല. ഞാൻ ബസ്സിൽ പോകുമ്പോൾ എടുത്ത സ്ഥലമാണ് കൊന്തയൊക്കെ ചെല്ലിട്ട് പോകും ബസ്സിൽ, നമുക്കൊരു കൊന്തയല്ലാതെ സമയമുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അത് നമുക്കുള്ള സാഹചര്യമാണ്. അത് അത് എടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് നമ്മളാണ്. പക്ഷെ ആ സമയത്ത് നമ്മളിങ്ങനെ എന്ത് ഇത്ര സമയം ഉണ്ടല്ലോ, നമുക്ക് ഫോൺ എടുത്ത് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അലസതയാണ്. അത് ഈശോയ്ക്ക് വേണ്ടി അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നതാണ്. അത് ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം കിട്ടി വന്നിട്ട് നമുക്ക് സാഹചര്യം ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ അതിനെ മറികടന്ന് വേറൊരു കാര്യം വേണ്ടി ചെയ്യും. അത് തെറ്റാണ്, നമുക്ക് ചെയ്യും. അല്ലാതെ നമ്മളിങ്ങനെ കൂടുതൽ പറയായിട്ട് അയ്യോ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത്. കൊച്ചുദ്രസി ഒന്ന് ഓർത്ത് നോക്കി, കൊച്ചുദ്രസിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാം ചെയ്യാനേ, പുറത്തിറങ്ങി ഇങ്ങനെ പോവാനും ഒരുപാട് പേരെ നേടാനും രക്തസാക്ഷ്യം വഹിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള വിശുദ്ധയായിരുന്നു കൊച്ചുദ്രസ്യ. പക്ഷെ കൊച്ചുദ്രസ്യ മഠത്തിന്റെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. മഠവും മഠത്തിന്റെ ചുറ്റുപാടുകളും അല്ലാതെ കൊച്ചുദ്രസ്യ പുറത്തേക്ക് അങ്ങനെ പോയിട്ടേ ഇല്ല. പക്ഷേ കൊച്ചുദ്രസ്യ എന്ന എല്ലാ മിഷണറിമാരുടെയും മധ്യസ്ഥയാണ്, അവളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് കൊച്ചുദ്രസ്യയുടെ മുമ്പിൽ വലിയ വേദിയിൽ കയറി സുവിശേഷം പ്രഘോഷിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു കൊച്ചുദ്രസ്യ. പക്ഷെ എന്ത് ചെയ്തു, ഓരോ കുഞ്ഞു കാര്യം ചെയ്തപ്പോൾ അതൊരു വലിയ സുവിശേഷ പ്രഘോഷണ വേദിയാക്കി കൊച്ചുദ്രസ്യ. അപ്പൊ നമ്മള് അങ്ങനത്തെ അതിങ്ങനെ ചെയ്യും. അതുപോലെ അൽഫോൻസാമ ശരിക്കും ഒരു ടീച്ചറായിരുന്നു, അധ്യാപികയായിട്ട് പഠിച്ചിറങ്ങേണ്ടായിരുന്നു. പക്ഷെ അൽഫോൻസാമയുടെ ജീവിതകാലത്തില് ആകെ 36 വയസ്സ് വരെ അങ്ങനെ ജീവിച്ചു, 36 തോന്നുന്നു. പക്ഷെ അതില് പകുതി മുക്കാൽ ഭാഗം രോഗക്കിടക്കയിലായിരുന്നു അൽഫോൻസാമയ്ക്ക് എഴുന്നേറ്റ് നടന്ന് ഓടി നടന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കുഞ്ഞു സിസ്റ്റർ ആയിരുന്നു, എന്നാൽ പോലും അങ്ങനെയായിരുന്നു. അപ്പം പക്ഷെ അൽഫോൻസാമയോട് ഇങ്ങനെ
നീ ഈ രോഗക്കിടക്കിൽ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴും അൽഫോൻസാമ്മ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈശോയെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ ഈശോയെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ ഓർക്കുക, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിലല്ല ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിലല്ല, നമ്മളത് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ അത് പൂർത്തിയാക്കുന്നു എന്നുള്ളതിൽ. അപ്പൊ ഞാൻ എന്തുമാത്രം സ്നേഹത്തിൽ, നമ്മളിപ്പോ മുന്നിൽ കിടക്കുന്ന ഒരു തറയിലൊരു കവർ കിടപ്പുണ്ടായിരുന്നു, അത് നമ്മളത് എടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. നമ്മളത് എന്തോർത്ത് ചിലപ്പോൾ ബോധമൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒന്നും ഓർക്കാതെ ചെയ്തിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇത് ആരിവിടെ കൊണ്ടുവന്നിട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് എടുക്കുന്നത് വേസ്റ്റ് ബിന്നിലേക്ക്. പക്ഷെ അപ്പൊ ഞാൻ കൊച്ചു എന്താ ചെയ്തെന്നോ, ആ ഒരു പേപ്പർ ആരിവിടെ കൊണ്ടുവന്നിട്ടൊന്നും ചോദിച്ചില്ല, ആ ഒരു പേപ്പർ എടുത്ത് ഈശോയെ ഇത് ഇന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഇടുക ചെയ്തത്. അപ്പൊ പ്രവൃത്തിയിലെ വ്യത്യാസം കണ്ടോ? ഒരുപാട് നമ്മളിങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ചെയ്യണം എന്നുള്ളതല്ല, അത് ഈശോ എന്ത് പറയുന്നോ അത് ചെയ്യാനുള്ള ആ ഒരു മൈൻഡിലേക്ക് ഈശോയെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നീ എന്നാ പറയുന്നു അത് ചെയ്യാനുള്ള ഇതിലേക്ക് എന്നെ ആക്കണേ അയക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്റെ ആ ഒരു വിഷമം മാറി, കുറെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുള്ള ആ ഒരു വിഷമം മാറി. ഇങ്ങനെ ഒരു എനിക്കാണെങ്കിൽ പണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഒരു കൃപയാണെന്നുള്ള സംഭവം അറിയില്ലായിരുന്നു. അങ്ങനെ വിചാരം, ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നി, നമ്മൾ പ്രാർത്ഥിച്ചു, അത് നമ്മുടെ കയ്യിൽ എന്റെ ഒരു ഗുണം കൊണ്ടാണ് ഇപ്പൊ പള്ളി വരെ ഞാൻ തീരുമാനിച്ചു ഇന്ന് എനിക്ക് പോകാൻ പറ്റി, രാവിലെ പോകും വൈകുന്നേരം, ഇതൊക്കെ എന്റെ തീരുമാനം. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതൊരു കൃപയാണ്, അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഒരു കൃപയാണെന്നുള്ളൊരു സംഭവം. ഇപ്പൊ ഞാൻ ഇപ്പം പറയുന്ന ഒരു വചനമാണ് 2 കൊരിന്തോസ് 12:9. നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇത് ഞാൻ കുറെ നാൾ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. പക്ഷെ ഈ വചനത്തിന്റെ ശക്തി എന്താണെന്നൊന്ന് അറിഞ്ഞത് പിന്നെയാണ് എനിക്ക് അതിന് ശരിക്കും മനസ്സിലായത്. പറഞ്ഞൊരു പരപര പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആ ശരിക്കും ആ വചനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ശരിക്കും നമ്മുടെ ഓരോ സെക്കൻഡും നമുക്ക് ഈശോയുടെ കൃപ വേണം എന്തിനും, എന്ത് ചെയ്യാനും. അപ്പം ഈ പറഞ്ഞ നമ്മള് വീണിട്ട് എണീക്കാന്ന് പറഞ്ഞ വീണിട്ട് അപ്പൊ തന്നെ ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നമുക്ക് വീണിട്ട് അപ്പൊ തന്നെ എണീറ്റ് നമുക്കൊരു അപ്പനുണ്ട് പോയി കെട്ടിപ്പിടിക്കാൻ. അതാണ് നമ്മുടെ ധൈര്യം. അപ്പൊ അതിന് ആ എണീറ്റ് പോകലിനാണ് ആ ഒരു കൃപ. അത് ശരിക്കും ബൗൺസ് ബാക്ക് ചെയ്ത് വരാനുള്ളത് എനിക്കൊന്നും പലർക്കും കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു എസൻസ് അതിന്റെ അത് കിട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് ഈ പറഞ്ഞ ഒത്തിരി പേര് ഇപ്പം സഭയിൽ നടന്നു പോകുന്നു, വിശ്വാസത്തിൽ നിന്ന് പോകുന്നു, യുവജനങ്ങൾ വേദിക്കുന്നു. കാരണം ഈ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട്, അതായത് ഈ ഒരു കൃപയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ആ കൃപയിൽ ആശ്രയിക്കാനുള്ള അതിനൊരു എളിമയും വേണം, എളിമപ്പെടലും ഉണ്ട് അതിലുപരി. ഈ ഒരു വചനം എനിക്ക് തോന്നുന്നു, ഈ വചനം ഞാൻ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടന്ന അതൊന്നും എനിക്ക് ബോധം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ വചനം എന്റെ ജീവിതത്തിൽ പ്രകടമായി എന്ന് ഞാൻ പറയാം. ചില വചനങ്ങൾ നമ്മൾ അറിയാതെ പറഞ്ഞു നടന്നാലും ഒരു പോയിന്റ് എത്തുമ്പോൾ ആ വചനം നമ്മൾ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓർക്കുമായിരുന്നേ സിസ്റ്ററെ, നമ്മൾ നോമ്പൊക്കെയാണല്ലോ, അപ്പം ഈ ചുമ്മാ കുറച്ച് ഈ ഉപവാസത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വെച്ചാൽ എനിക്കിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ എല്ലാ ദിവസവും ഉപവസിച്ചിടക്ക് നടക്കുമായിരുന്നേ. അപ്പൊ ഇങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാവോ? നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നതാണോ? അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എങ്ങനെയൊക്കെയാ ഈ ഉപവാസിക്കേണ്ട ആ കാര്യങ്ങൾ, പിന്നെ ഉപവാസത്തിലൂടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സഭ നിഷ്കർഷിക്കുന്ന ദിവസങ്ങളുണ്ട് ഉപവാസത്തിന്. ഉപവാസവും പ്രായശ്ചിത്തവും ഒക്കെ എടുക്കുന്ന ഏറ്റവും നല്ലതാണ്. നമ്മുടെ പ്രാർത്ഥന, ഉപവാസം, പ്രായശ്ചിത്തം ആ ഒരു രീതിയിലാണ് പോകുന്നതേ. പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഉപവാസം. പിന്നെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് മാത്രം ആവരുത്. ഉപവാസം എന്നുള്ളതിന്റെ അർത്ഥമേ കൂടെ വസിക്കുക എന്നാണ്. ഉപവാസം എന്നുള്ളതിന്റെ അർത്ഥം ഉപവസിക്കുക എന്നുള്ളതിന് കൂടെ വസിക്കുക എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഞാൻ പറയും, ഇപ്പൊ ആഷ്ലി ഒരാഴ്ച ഭക്ഷണം കഴിക്കാതെ നടന്നു, ഉപവസിച്ചു 3 ദിവസം. 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് കിടക്കുന്നത് എന്തായിരിക്കും? ചിന്തിച്ചോ? 3 ദിവസം ഉപവാസം എടുത്തു മുഴുവനും. അത് ഉപവാസം എടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പൊ ഒട്ടും വയ്യാതെ പിന്നെ 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ചെയ്ത് കിടക്കേണ്ട അവസ്ഥ വന്ന് ഇതുകൊണ്ട് അവിടെ ഇതാവില്ലേ, മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഒരു വിവേകം വേണം. ഭക്തിയും വിവേകവും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുറെ ഇങ്ങനെ എന്താ പറയാ, ഭക്തി മൂത്തിട്ട് കാട്ടിക്കൂട്ടലുകൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്നേഹവും ഉണ്ടാവില്ല. എന്തുണ്ട് പരിശുദ്ധാത്മാവിന് വിവേകം തരാൻ വേണ്ടി ഉപവസിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ വീട്ടിൽ ഇടിച്ചിട്ടെന്ന് പറയാം. ചിലരിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിൽ ഈശോയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് കാലങ്ങൾ ജീവിക്കുന്ന പേരുണ്ട്. വിശുദ്ധ കുർബാന മാത്രം കൈക്കൊണ്ടുകൊണ്ട് വെള്ളം മാത്രം കുടിച്ച് അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കൃപ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ,
ഒരു സിസ്റ്റർ കുറെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടു ഇതാകുന്നുണ്ട്. അപ്പൊ എനിക്കും അതുപോലെ ആവണം എന്ന് പറഞ്ഞ് അതേ ഇത് തന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ ഹെൽത്തിന് അത് പ്രോബ്ലം ആയിരിക്കും. എനിക്ക് പിന്നെ ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരാളെ കണ്ടില്ല, നമ്മുടെ ഫോക്കസ് എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ അവരിൽ നിന്ന് നല്ലത് സ്വീകരിക്കാം, പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും ഈശോയെ കുറിച്ചുമായിരിക്കണം. ഈശോയെ കുറിച്ച് എപ്പോഴും ഫോക്കസ് ഈശോയെ കണ്ടാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഇപ്പം ഉപവാസം നല്ലതാണ്, ഞാൻ പറഞ്ഞു നല്ലതാണ്, ഉപവാസം നല്ലതാണ്. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിശാചിനെ ചെറുക്കാനൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ് ആവാതെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടുതൽ ഇതിലൂടെ ഞാൻ വായിച്ച് റെഫർ ചെയ്തൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. ആഷ്ലി ഇങ്ങനെ പറഞ്ഞല്ലോ ഉപവാസത്തിനെ കുറിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ ഉപവസിക്കുമ്പോണ്ടല്ലോ, ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് മാറ്റും. പക്ഷെ ബാക്കിയെല്ലാം അതുപോലെ, അതായത് ഫോൺ ഉണ്ട്, ബാക്കി എല്ലാം ഉണ്ട്, വചനം വളരെ കുറവ്. അങ്ങനെയാണ്. അപ്പോ പിന്നീട് ഇങ്ങനെ എനിക്ക് മനസ്സിലായതേ, ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ആത്മാവിന്റെ ഫുഡാണെന്ന്. അതായത് വചനം കൊണ്ട് നമ്മളിങ്ങനെ ഈശോയുടെ കൂടെ ആയിരിക്കുക, അതായത് പ്രാർത്ഥനയും പിന്നെ വചനവും അങ്ങനെ ആയിരിക്കുകയാണ് ശരിക്കും. ഇങ്ങനെ ഫുഡ് മാറ്റിയിട്ട് ചുമ്മാതെ ബാക്കി അതുപോലെ റുട്ടീൻ, അതായത് വചനം ഇല്ല, പ്രാർത്ഥന ഇല്ല, അങ്ങനെയല്ല. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോ ഈ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയല്ലേ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതേ, അതായത് ഈശോയുടെ നമ്മുടെ ഫുഡ്, അതായത് വചനമായ ഫുഡ് നമ്മളിങ്ങനെ ഇൻടേക്ക് ചെയ്തിട്ട് ആ ഒരു കാര്യം, പിന്നെ ഈശോയുടെ കൂടെ ആയിരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഉണ്ട് കേട്ടോ, ഈ താമസരൊക്കെ കുറെ പേര് ഇങ്ങനെ ഉപവാസം തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഇങ്ങനെയില്ലേ, പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും പറയുന്ന സ്ഥലത്ത് എല്ലാവർക്കും രോഗശാന്തി വരമല്ല തന്നിരിക്കുന്നത്, എല്ലാവർക്കും പ്രബോധനത്തിനുള്ള വരമല്ല തന്നിരിക്കുന്നത്, അങ്ങനെ പറയുന്നില്ലേ കൊറിന്തോസുകാരുടെ പൗലോസ്ലീഹ പറയുന്നില്ലേ. അപ്പം ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് പ്രത്യേകം വരങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു കൃപയിൽ വളരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉം. ഈ ചിന്തയൊക്കെ ഇങ്ങനെ, ഈ ചിന്തകൾ ഇപ്പൊ ഉപവസിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഓർക്കുമല്ലേ, ഫുഡ് ഉപേക്ഷിക്കുന്നത് മാത്രമാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നുമ്പോ ഞാൻ ദേഷ്യപ്പെടാതിരിക്കുന്നത് ഒരു ഉപവാസമല്ലേ അല്ലേ? ആ, ഉം. ഞാനൊരു അച്ഛനോട് ഒരു പ്രാവശ്യം ഇങ്ങനെ, ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു അച്ഛനോട് ഇങ്ങനെ ചോദിച്ചേ, ഞങ്ങൾ നോമ്പുകാരായിരുന്നു, ഞാൻ സിസ്റ്റർ ആയിട്ടില്ല കേട്ടോ, ഫോർമേഷൻ ഇല്ല. അപ്പൊ അച്ഛൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നപ്പോ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു, അച്ഛന് നോമ്പില്ലേന്ന് ചോദിച്ചു. അച്ഛൻ രാവിലെ മീൻകറി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് ചോദിച്ചു, അച്ഛന് നോമ്പില്ലേന്ന് ചോദിച്ചു. അപ്പൊ അച്ഛന് നോമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ രാവിലെ മീൻ കൂട്ടുന്നതായിരുന്നു. അപ്പൊ അച്ഛന് ദേഷ്യപ്പെടാതിരിക്കാൻ നോമ്പുണ്ട്, അച്ഛൻ ആരുടെയും കുറ്റം പറയില്ല എന്ന് നോമ്പുണ്ട്, അച്ഛൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന നോമ്പുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞേ. ഞാൻ മടത്തി വന്ന ആദ്യത്തെ വർഷം അച്ഛൻ പറഞ്ഞത്, പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കാറുണ്ട്. ഭയങ്കര അത് ചെയ്യണം ഇങ്ങനെ ഓർക്കുമ്പോൾ ഇങ്ങനെ കുറേ നേരം നമ്മൾ, ഇപ്പൊ ഞാൻ പറയാം, ഒരു 12 മണിക്കൂർ നമ്മൾ ഉപവസിച്ചു എന്ന് വിചാരിച്ചോ. 12 മണിക്കൂർ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 13ാമത്തെ മണിക്കൂർ നമ്മൾ പുറത്തിറങ്ങി
പിന്നെ ഞാനിങ്ങനെ ഓർത്ത് നമ്മൾ കുറെ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞല്ലോ. അപ്പം ഇതെല്ലാം തന്നെ ഈശോ ഇവിടെ ഈ ലോകത്ത് അനുഭവിച്ചിട്ടാ പോയത് അല്ലേ? അപ്പം നമുക്കുള്ള എല്ലാ പ്രലോഭനങ്ങളും ഇപ്പൊ ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും ഇപ്പം വെസ്പിന്റെ ഉപവാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ പ്രലോഭനങ്ങള് ഇതെല്ലാം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ നോമ്പ് കാലത്ത് കൂടുതലും ഇപ്പം നേരത്തെ ആര് പറഞ്ഞു ഇങ്ങനെ പിന്നെ ഈശോയായിട്ട് അടുക്കുക എന്നുള്ളതാണ് മെയിൻ സാധനം. അപ്പൊ അല്ലേ നമ്മുടെ പിന്നെ ഉപവാസത്തിന്റെയും നോമ്പിന്റെയും ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈശോയായിട്ട് അടുക്കുക, ഈശോയായിട്ട് കൂടുതൽ ദൈവവുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ എല്ലാ കാര്യങ്ങളിലും ഈശോയെ കണ്ടുകൊണ്ട് ഈശോയുടെ ചിന്തകൾ ചിന്തിച്ച് ഈശോ എങ്ങനെ ചിന്തിക്കും, ഈശോ എങ്ങനെ പെരുമാറും, ഈശോ എങ്ങനെ സംസാരിക്കും, ഈശോ എങ്ങനെ ആൾക്കാരെ സ്നേഹിക്കും, ഇങ്ങനെ ഈശോയോട് സംസാരിക്കാനും ഇങ്ങനെ ബാക്കിയുള്ളവരോടൊക്കെ ഈശോയെ പോലെ ആവാനും കൂടുതലായിട്ട് ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു സമയം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥനയിലായിരിക്കാം, പീഡാസഹനത്തിന് വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥ, ഞങ്ങൾ എല്ലാവരെയും ഈ സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്ന എല്ലാ നിമിഷങ്ങളും ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനനുസരിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം ഈശോയുടെ തിരുമുറിവിനോട് ചേർത്ത് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ വെച്ച് തരികയാണ്. അതെല്ലാം ഞങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇതിലനുസരിച്ച് ഞങ്ങൾക്ക് പ്രചോദകമായ കാര്യങ്ങൾ വചനത്തോടനുസരിച്ച് ജീവിക്കാനുള്ള വലിയ കൃപ നൽകി ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വലിയ വിശുദ്ധിയോടുകൂടെ ചെയ്യുവാനുള്ള, വലിയ സ്നേഹത്തോടുകൂടി ചെയ്യാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ വേണ്ടി ഇപ്പോഴും ഞങ്ങൾ തമ്പുരാനെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ആമേൻ.